ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഒരുപാട് വർഷമായി ഈ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ് PC ജോർജ് എന്ന് പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ PC ജോർജിന്റെ ഒരു അഭിപ്രായം? എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ ചെയ്തത് ഏറ്റവും ഒരു വിധത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഭീകരമായ തെറ്റാണ്. ഒരു സംശയം വേണ്ട. അയാള് ഇത്ര മോശമായിട്ട് പെരുമാറാൻ പാടില്ല. പിന്നെ ശാരീരികമായ ദൗർബല്യം കൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പറയാൻ പോയി പോട്ടെ, ക്ഷമിക്കാം. അതിന് ഗർഭിണിയാക്കി വെച്ചാൽ അതിനെ കൊന്നുകളയുന്നൊക്കെ പറയാമെന്ന് ഇവനൊരു മനുഷ്യനാണ്. എന്റെ അഭിപ്രായത്തിൽ അവനെ ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. അവനെ അടിച്ച് മര്യാദ പഠിപ്പിക്കുന്ന അഭിപ്രായക്കാരനാണ്. ഇപ്പൊ ഉള്ള പ്രശ്നം ഇപ്പൊ ഉടനെ തന്നെ കോൺഗ്രസുകാരെല്ലാം കൂടെ നമ്മുടെ MLA സ്ഥാനം രാജിവെക്കണോ? ഇവിടെ CPMന്റെ സിനിമ ഒരാള് MLA രാജിവെച്ചിട്ടുള്ളൂ. പക്ഷെ അതൊരു വ്യത്യാസമുണ്ട്. ആരൊരു സിനിമാക്കാരൻ ആണും പെണ്ണും ഇളകി ജീവിക്കാൻ ആ ജീവിതത്തിനിടയ്ക്ക് അതോ അബദ്ധം പറ്റിപ്പോയിട്ടുള്ള കാര്യങ്ങളാണ് ആ പറയുന്നത്. പക്ഷെ അയാളത് കുറ്റം സമ്മതിക്കുക, തെറ്റായി ചെയ്യാനാണ്. ഇവനല്ലോ ഇവൻ എന്തൊരു വൃത്തികെട്ടവന്. ഒരു സത്യത്തില് അമ്മയുടെ പ്രായമുള്ള ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസിന്റെ തലമുതിർന്ന ഒരു വനിതാ നേതാവുമായിട്ട് പോലും ഇവന് ഔഷധ ബന്ധമുണ്ടെന്നാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് കാലമായത്? ഞാൻ BD സത്യത്തിൽ പ്രതിപക്ഷ നിലയിൽ ഉയർന്ന നിലവാരം പുലർത്തിയെന്ന് ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. ഏതായാലും അവൻ MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ് എന്ന് തന്നെയുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുന്നു. കാരണം അവരെപ്പോലെ ഒരു വാസ്കർ ഒരു MLA ആയിട്ട് തുടരുക എന്ന് പറഞ്ഞാൽ എത്ര ഭൂകൃതമാണ്, എങ്ങനെ സഹിക്കാൻ പറ്റും? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ കപട വേഷധാരി, കപട ഹത്യക്കാരൻ കേരള രാഷ്ട്രീയത്തിന് അപമാനമാണ്. അവനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല, അവന് MLA സ്ഥാനം ഏൽപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിടണം. ആ ആണത്തുള്ളവന്മാരാണ് ചെവുകുത്തിക്കാരി വെച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സ്ഥാനം ഞങ്ങൾ രാജിവെപ്പിച്ചില്ലേ, ആരോപണം വന്ന ഉടനെ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെപ്പിച്ചില്ലേ, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു തല പോയാലും ഞാൻ MLA സ്ഥാനം രാജിവെക്കില്ല എന്നുള്ളത്. ഇതൊരു വെല്ലുവിളിയാണോ ജനങ്ങളോടുള്ള? അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമല്ലേ അത്? അവൻ പറയുന്നത് MLA സ്ഥാനം രാജിവെച്ച അവന്റെ അഹങ്കാരം എത്ര വലുതാ. കോൺഗ്രസ് പാർട്ടി പറഞ്ഞാലും ഞാൻ കേസിലാണ്, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യുന്നില്ല വൃത്തികെട്ടം പറയുന്നത്. ഇതിനൊക്കെ ചുമക്കുന്ന മര്യാദയാണ്. അവനെ അടിച്ച് രാജിവെപ്പിക്കണമെന്നല്ലേ അഭിപ്രായം. കോൺഗ്രസ് തന്റെ ഇടമുണ്ടെങ്കിൽ രാജിവെപ്പിക്കും. അത് നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിന്റെ തലമുതിർന്ന ഒരു വനിതാ നേതാവുമായിട്ട് ഈ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അവര് ഇതിനെ പിന്നെ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നതാണ്. കാരണം അനുഭവിച്ചതല്ലേ, ഇവന്റെ സുഖം കിട്ടിയവരാണല്ലോ എന്നൊരു പരാതി ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് സൂചിപ്പിക്കത്തുള്ളൂ. ഞാൻ അത് വിശദാംശമായി കിടക്കുന്നില്ല. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇതിനു മുൻപ് കോൺഗ്രസിന് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട്, AICCക്ക് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഇവർ ഇതിൽ കേസെടുക്കാതെ ഇത്രയും നാൾ ഇയാളെ വളർത്തിക്കൊണ്ട് വന്നത്? ഇതിനു മുൻപും കിട്ടിയ പരാതികൾ, ഒരുപാട് പെൺകുട്ടികൾ പരാതികൾ നൽകി, ഒരുപാട് മുതിർന്ന ആളുകൾ പരാതി നൽകി. ഇതിന്റെ തന്നെ ഒരു കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവിന്റെ മകളെ ഇത്തരത്തിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ജാതി പറഞ്ഞ് ആ പെൺകുട്ടിയെ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ചുമക്കാൻ കോൺഗ്രസ് തയ്യാറായത്? മാത്രമല്ല ഷാഫി പറമ്പിലാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഷാഫി ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഡൽഹിയിൽ പോയി KCയെ കാണുന്നു, രാഹുലിന് വേണ്ടി കാല് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതായത് ഈ ഒരേ വർഗ സ്വഭാവമുള്ളതല്ല ഒരുമിച്ച് വർത്തമാനം പറയില്ല. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലൊക്കെ ഒരേ സ്വഭാവക്കാരാണ്. അതുകൊണ്ട് പിന്തുണ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അയാള് MLA സ്ഥാനം രാജിവെച്ച കോൺഗ്രസിന്റെ കഷ്ടകാലം പറയാൻ പോവുക, യാതൊരു സംശയം വേണ്ട. ഒന്ന് ആലോചിക്കുക, ഇതുപോലെ സ്ത്രീകളെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അയാൾ അഹങ്കാരമായിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായം മാത്രമേ ഇപ്പം ഞാൻ പറയുന്നത്. അയാൾ ഒരിക്കലും ഒരു MLA ആയിട്ട് തുടരാൻ പാടില്ല എന്ന അഭിപ്രായം വീണ്ടും ഞാൻ പറയുന്നു. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് PC ജോർജ് നമ്മളോട് മീഡിയ മലയാളത്തോട് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടല്ലോ. അതായത് ഇദ്ദേഹത്തെ ചുമന്നാൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ചുമന്നാൽ കോൺഗ്രസിന് തന്നെ അത് വലിയ പതനമായിരിക്കും എന്നാണ് PC ജോർജ് പറയുന്നത്. ശരിയാണ്, ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിച്ച ഒരു കോൺഗ്രസിലെ തന്നെ ഒരു മുതിർന്ന
നേതാവിന് പോലും, സ്ത്രീയായിരിക്കുന്ന ഒരു മുതിർന്ന നേതാവിന് പോലും ഇയാളിൽ നിന്ന് കടുത്ത പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിടുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ചില വാദങ്ങളും ആരോപണങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇയാൾ വലിയ രീതിയിൽ കോഴിത്തരങ്ങൾ കാണിക്കുന്നു, പലരെയും രാത്രികാലങ്ങളിൽ വിളിക്കുന്നു, പലരുടെയും നമ്പറുകൾ എടുത്തിട്ട് അങ്ങോട്ട് മെസ്സേജുകൾ അയക്കുന്നു, എന്നിട്ട് അവർക്ക് ഇത്തരത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവരെ ഹോട്ടൽ റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നു. പലരും ഇത് പറയാൻ മടിക്കുന്നു, കാരണം പലരുടെ ഐഡന്റിറ്റി വെളിയിലായാൽ അത് ഒരു വലിയ നാണക്കേട് അവർക്ക് ഉണ്ടാക്കും എന്നുള്ളത്. അതായത് തന്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത ഒരു കാമ പിശാചായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടുകളെ വച്ചു പൊറപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെ എടുക്കണം എന്നുള്ളതാണ്. ഇതിൽ വി ഡി സതീശനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. കാരണം വി ഡി സതീശൻ കൃത്യമായി നിലപാട് ഇപ്പോൾ അത് സ്വീകരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം മനഃപൂർവ്വം എടുക്കുന്ന ഒരു നിലപാടായിരിക്കില്ല, സമ്മർദ്ദം മൂലം എടുക്കുന്നതായിരിക്കാം. കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം കിട്ടും, കാരണം ഒരു ഇടതുപക്ഷ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ജയിക്കണം എന്നുള്ള രീതിയിൽ ഈ പിളർപ്പലൊക്കെ മാറ്റിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് മുന്നേറേണ്ട ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കളഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുകയാണ്. കാരണം രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്താൽ അത് ജനങ്ങൾക്ക് മുന്നിൽ വലിയ അപമതിപ്പ് തനിക്കുണ്ടാക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കും അത് വലിയ അപമതിപ്പുണ്ടാക്കും. അതുകൊണ്ട് താൻ ഇത്തരത്തിൽ നീങ്ങുന്നത് ശരിയല്ല എന്ന ഒരു നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് PC ജോർജ് പറയുന്നത്. എന്തായാലും MLA സ്ഥാനം ഇനി ഇയാൾ കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പാർട്ടി പറഞ്ഞാലും ജനങ്ങൾ ഒന്നടങ്കം പാലക്കാട് ഇങ്ങനെ ഒരു MLA വേണ്ട എന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട് ഇയാളെ ജയിപ്പിച്ചു വിട്ട സ്ത്രീകളും യുവതികളും അമ്മമാരും ഒക്കെ മനസ്സിൽ ആലോചിക്കുന്ന ഇപ്പൊ എന്തായിരിക്കും, ഈ ഇത്ര വലിയൊരു കാമവെറിയനെയാണോ നമ്മളൊക്കെ വോട്ട് കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളത് പലരും ആലോചിക്കും. അല്ലെങ്കിൽ ഇയാൾ പീഡിപ്പിച്ച പെൺകുട്ടികളൊക്കെ വിചാരിക്കുന്ന എന്താണ്, നമ്മളൊക്കെ അനുഭവിച്ചതിന് ഒരു വിലയും ഇല്ലാതായിപ്പോയല്ലോ എന്നുള്ളതായിരിക്കുമല്ലോ അവരും ആലോചിച്ചത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളോടൊരു കാര്യമേ പറയാനുള്ളൂ. തെറ്റുപറ്റാത്ത മനുഷ്യരിൽ ആവർത്തിക്കുകയാണ് വീണ്ടും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്യുന്നവരുമാണ്. ലോകത്ത് 100% പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. നിങ്ങളെ ക്രൂശിക്കാൻ ഒരാൾക്കും അവകാശമില്ല. കാരണം എല്ലാവരും 100% പെർഫെക്റ്റ് ആയ ആളുകളല്ല. പക്ഷേ നിങ്ങൾ ആ സത്യം ഏറ്റു പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കൂ. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്ത സ്ത്രീകളോട് മാപ്പ് ചോദിക്കൂ. അവർ ക്ഷമിക്കാൻ തയ്യാറായാൽ, ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് വലിയ ഭാവികളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാനാകും. അത് മാത്രമേ പറയാനുള്ളൂ.